നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ആവേശകരമായ കൊട്ടിക്കലാശം. ത്രികോണ മത്സരത്തിന്റെ രാഷ്ട്രീയാവേശം കലാശക്കൊട്ടിലും പ്രകടമായി. നിശബ്ദ പ്രചാരണത്തിന്റെ രാപ്പകലിനപ്പുറം പാലക്കാടിന്റെ വിധിയെഴുത്ത്. ശുഭപ്രതീക്ഷയോടെ മുന്നണികൾ. 23-ന് ഫലമറിയാം. പാണക്കാട് തങ്ങൾ വിമർശനത്തിന് അതീതനാണോ എന്ന് കെ സുരേന്ദ്രൻ. ജനാധിപത്യ സമൂഹത്തിൽ വിമർശനം സ്വാഭാവികം. ഗാന്ധിയും യേശുവും മോദിയും വിമർശിക്കപ്പെടാറുണ്ട്. കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാവ് മുതൽ എല്ലാവരും പാണക്കാട് തങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന കീഴ്വഴക്കം എങ്ങനെ ഉണ്ടായെന്നും കെ സുരേന്ദ്രൻ. VD സതീശനും ഷാഫി പറമ്പിലും കോൺഗ്രസിനെ ഒരു കൂട്ടരുടെ ആലയിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണെന്നും സുരേന്ദ്രൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കമെന്ന് LDF. നടപടി ആവശ്യപ്പെട്ട് പാലക്കാട് കലക്ട്രേറ്റിലേക്ക് LDF മാർച്ച്. ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് UDF-ഉം BJP-യുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. കള്ളവോട്ടും ഇരട്ട വോട്ടും ചേർക്കാൻ കൂട്ടുനിന്ന BLO-മാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഉജ്ജ്വലമായ മതേതര മാതൃക ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയാണ് പാണക്കാട് തങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ അധിക്ഷേപപരമായ പരാമർശം ദി ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിന്റെ തുടർച്ച. മുഖ്യമന്ത്രി പാണക്കാട് തങ്ങളെ ആക്ഷേപിച്ചത് സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താൻ. തങ്ങൾ വിമർശനത്തിന് അതീതനാണോ എന്ന കെ സുരേന്ദ്രന്റെ പിന്തുണ ഇതിന് തെളിവെന്നും VD സതീശൻ. വാർത്തകൾ വിശദമായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ആവേശകരമായ കൊട്ടിക്കലാശം. പ്രചാരണ വേളയിൽ നിറഞ്ഞു നിന്ന വാശിയുടെയും ആവേശത്തിന്റെയും കലാശക്കൊട്ടിന് തന്നെയാണ് നഗരം സാക്ഷിയായത്. നിശബ്ദ പ്രചാരണത്തിന്റെ രാപ്പകൽ പിന്നിട്ടാൽ പാലക്കാടിന്റെ രാഷ്ട്രീയ വിധിയെഴുത്താണ്. പാണക്കാട് തങ്ങൾ വിമർശനത്തിന് അതീതനാണോ എന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ജനാധിപത്യ സമൂഹത്തിൽ ആരും വിമർശനത്തിന് അതീതരല്ലെന്ന് സുരേന്ദ്രൻ പാലക്കാട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഗാന്ധിയും യേശുവും മോദിയും എല്ലാം വിമർശിക്കപ്പെടാറുണ്ട്. കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാവ് മുതൽ എല്ലാവരും പാണക്കാട് തങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന കീഴ്വഴക്കം എങ്ങനെ ഉണ്ടായെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. പിന്നെ പാണക്കാട് തങ്ങൾ വിമർശനാതീതനാണ് എന്നൊക്കെയുള്ള നിങ്ങളുടെ പരിവേഷം കാണുമ്പോഴാണ് എൻ്റെ ചോദ്യം. പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ പറ്റില്ല. ഇവിടെ ഗാന്ധിജിയെ വിമർശിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിനെ വിമർശിക്കുന്നുണ്ട്, ശ്രീരാമചന്ദ്രനെ വിമർശിക്കുന്നുണ്ട്, മോദിയെ വിമർശിക്കുന്നുണ്ട്. തങ്ങളെ മാത്രം വിമർശിക്കരുത്. ശങ്കരാചാര്യന്മാരെ വിമർശിക്കുന്നുണ്ട്, ശ്രീനാരായണ ഗുരുദേവനെ വിമർശിക്കുന്നുണ്ട്. പാണക്കാട് തങ്ങളെ മാത്രം വിമർശിക്കാൻ പാടില്ലെന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? അതൊന്നും ശരിയല്ല. ജനാധിപത്യത്തിൽ എല്ലാവരും വിമർശനത്തിന് വിധേയരാകേണ്ടവരാണ്. കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കൾ പോലും പാണക്കാട് തങ്ങളെ കണ്ട് വണങ്ങേണ്ട ഗതികേടിലാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. പാണക്കാടെത്തി അനുഗ്രഹം വാങ്ങിയാൽ മാത്രമേ കോൺഗ്രസിൽ പ്രവർത്തിക്കാനാവുകയുള്ളൂ എന്നതാണ് അവസ്ഥ. എന്തുകൊണ്ടാണ് മറ്റ് മതസാമുദായിക ആചാര്യന്മാരെ നവാഗതർ കാണാത്തത്? എന്തുകൊണ്ടാണ് തട്ടിൽ പിതാവിനെയോ വെള്ളാപ്പള്ളിയെയോ സുകുമാരൻ നായരെയോ കാണാത്തതെന്നും സുരേന്ദ്രൻ ചോദിച്ചു. VD സതീശനും സംഘവും കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് സുരേന്ദ്രൻ ചോദിച്ചു. പോപ്പുലർ ഫ്രണ്ടും പാണക്കാട് തങ്ങളും മാത്രം മതി തെരഞ്ഞെടുപ്പ് ജയിക്കാനെന്നാണ് VD സതീശൻ കരുതുന്നത്. ലജ്ജാകരമായ സ്ഥിതിയിലേക്ക് കോൺഗ്രസ് എത്തി. പാലക്കാട്ട് നടക്കുന്ന കാര്യങ്ങൾ മുരളീധരനും തങ്കപ്പനും ഒന്നും അറിയില്ലെന്നാണ് പറയുന്നത്. കോൺഗ്രസ് ഒരു വിഭാഗത്തിൻ്റേത് മാത്രമായി മാറിക്കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിൽ ചേരുന്ന ഒരു സാധാരണ പ്രാദേശിക നേതാവിന് പോലും UDF-ന്റെ പ്രവർത്തകനായിട്ട് തുടരണമെങ്കിൽ പാണക്കാട് തങ്ങളെ കണ്ട് ആശീർവാദം വാങ്ങണം എന്നുള്ള നില എങ്ങനെ ഉണ്ടായി? മതസാമുദായിക നേതാക്കളെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊന്നും മറ്റ് മതസാമുദായിക നേതാക്കളെ ഒന്നും പോയി കണ്ട് അനുഗ്രഹം തേടാത്തത്? കേരളത്തിൽ പാണക്കാട് തങ്ങൾ മാത്രമാണോ ആധ്യാത്മിക ആചാര്യനായിട്ടുള്ളത്? VD സതീശനും ഷാഫി പറമ്പിലും കോൺഗ്രസിന് ഒരു കൂട്ടരുടെ ആലയിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. SDPIയുടെ നോട്ടീസ് കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തേണ്ട ഗതികേടിലാണ് VD സതീശനും സംഘവും. PDP-യുമായി ചേർന്ന് പ്രചരണം നടത്തുകയാണ് LDF. ഒരു വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടാൻ വർഗീയത പ്രചരിപ്പിക്കുമ്പോൾ ബാക്കിയുള്ള 77% ജനങ്ങൾക്ക് ഒരു വിലയുമില്ലേ എന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു. മുനമ്പം വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കണമെന്നാണ് മുസ്ലിം സംഘടനകൾ പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് കോൺഗ്രസും ഇടതുപക്ഷവും നിലപാട് വ്യക്തമാക്കാത്തത്? പാലക്കാട്ട് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ് കോൺഗ്രസ്. ഇതിനെതിരെയുള്ള ജനവിധിയായിരിക്കും ഇത്തവണ ഉണ്ടാവുകയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉജ്ജ്വലമായ മതേതര മാതൃക ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയാണ് പാണക്കാട് തങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പാണക്കാട് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപകരമായ പരാമർശം അദ്ദേഹം ഡൽഹിയിൽ ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിന്റെ തുടർച്ചയാണ്. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ ചോദ്യത്തിൽ വ്യക്തമാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മുനമ്പം വിഷയമുണ്ടായപ്പോൾ ഇത്തരത്തിലൊരു ഭിന്നിപ്പുണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞ് മുസ്ലിം സംഘടനകളെ ചേർത്ത് നിർത്തി സാധാരണക്കാർക്കു വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. കാർക്കശ്യം നിറഞ്ഞ മതേതര നിലപാടെടുത്ത വ്യക്തിയെയാണ് മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത്. സത്യത്തിൽ അത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണ്. തങ്ങളെ വിമർശിക്കാൻ പാടില്ലേ എന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നതെന്ന് വി.ഡി. സതീശൻ ചോദിച്ചു. സംഘപരിവാറിന്റെ ശബ്ദവും മുഖ്യമന്ത്രിയുടെ ശബ്ദവും ഒന്നാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയത ഉയർത്തിപ്പിടിച്ച CPM ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വർഗീയതയുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറയട്ടെ, BJPയും CPMഉം ഒരേ ശബ്ദമാണ്, ഒരേ നാവാണ്, ഒരേ രീതിയിലാണ്. അവർ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്, UDFനെ ദുർബലപ്പെടുത്താൻ. പാലക്കാട് മനസ്സിലായില്ലേ? UDFും BJPയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. എല്ലാ കണക്കുകളും കൃത്യമാണ്. രണ്ടാം സ്ഥാനത്ത് വരാനുള്ള എല്ലാ സാധ്യതകളും CPM തന്നെ ഇല്ലാതാക്കി. എങ്ങനെ ഇല്ലാതാക്കിയത്? കോൺഗ്രസിൽ സീറ്റ് കൊടുക്കാത്ത, എന്നിട്ട് BJPയിൽ സീറ്റ് അന്വേഷിച്ചു പോയ ആളെ, EP ജയരാജൻ പറഞ്ഞതുപോലെ അവസരവാദിയായ ഒരാളെ ഇരുണ്ടു നേരം വിളിക്കുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥിയാക്കി CPM ആ സാധ്യത കൂടി ഇല്ലാതാക്കി. പാലക്കാട്ട് ഒരു കാരണവശാലും ഇത് വിലപ്പോകില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. രൂക്ഷമായ വിലക്കയറ്റം മൂലം ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണ് പിണറായി വിജയൻ നടത്തുന്നത്. CPM BJP അവിശുദ്ധ ബാന്ധവത്തിനെതിരെയുള്ള പ്രചാരണമാണ് പാലക്കാട്ട് ഐക്യജനാധിപത്യ മുന്നണി നടത്തിയതെന്നും ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് BJPയും UDFും അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. കള്ളവോട്ടും ഇരട്ടവോട്ടും ചേർക്കാൻ കൂട്ടുനിന്ന ബില്ലോമാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും AK ബാലൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കം ആരോപിച്ച് പാലക്കാട് കലക്ട്രേറ്റിലേക്ക് LDF നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു AK ബാലൻ. 2500ഓളം കള്ളവോട്ടുകളാണ് പാലക്കാട് മണ്ഡലത്തിൽ ചേർത്തിട്ടുള്ളതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത AK ബാലൻ ആരോപിച്ചു. BLOമാരെ സ്വാധീനിച്ചാണ് ഇത്തരത്തിൽ കള്ളവോട്ടുകൾ ചേർത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇരട്ടവോട്ടും കള്ളവോട്ടും ചേർത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ശ്രമം. കണ്ണാടി പഞ്ചായത്തിലെ ബൂത്തുകൾ, നഗരത്തിലെ ഫ്ളാറ്റുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ഇരട്ടവോട്ടുകൾ ചേർത്തിരിക്കുന്നത്. വോട്ടർ പട്ടിക ശുദ്ധമാക്കാനുള്ള നടപടി ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കണമെന്നും AK ബാലൻ ആവശ്യപ്പെട്ടു. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, KS സലീഖ, നൈസ് മാത്യു, ഷൈൻ മന്ദിരാട്, കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പാലക്കാട് നഗരസഭ BJP കൗൺസിലർമാർ മാർച്ച് നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പാലക്കാട് BJP ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു. ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ് ഉൾപ്പെടെ നഗരസഭയിലെ BJP കൗൺസിലർമാർ മാർച്ചിൽ പങ്കെടുത്തു. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നഗരസഭയ്ക്ക് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ ആവിഷ്കരിച്ചത് BJPയുടെ ഭരണം വന്നതിന് ശേഷമാണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. നഗരത്തിലെ എല്ലാ വാർഡുകളിലേക്കും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞതും നിരവധി പേർക്ക് ഭവന പദ്ധതികളിലൂടെ വീട് നൽകാൻ കഴിഞ്ഞതും BJP ഭരണസമിതിയുടെ നേട്ടമാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഈ 40 വർഷമായിട്ടും റോഡില്ല, കുടിവെള്ളമില്ല. ഇതാ വിൻസെന്റ് കോളനിയിൽ മാത്രമല്ല, കണ്ണാടി പഞ്ചായത്തിലെ, മാത്തൂർ പഞ്ചായത്തിലെ ഏത് പഞ്ചായത്തുകളിൽ പോയാലും കേന്ദ്ര ഗവൺമെന്റ് ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം കോടിക്കണക്കിന് രൂപ നൽകിയിട്ടും 5 വർഷം കഴിഞ്ഞിട്ടും ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയാത്ത ആളുകളാണ് ആ പഞ്ചായത്ത് ഭരിക്കുന്നത്. രായി ഭരിക്കുന്നത് UDF, മാത്തൂർ ഭരിക്കുന്നത് UDF, കണ്ണാടി ഭരിക്കുന്നത് CPM. ഇവിടുത്തെ MLA കഴിഞ്ഞ 13 വർഷമായിട്ട് പാലക്കാടിന്റെ വികസന നായകനാണെന്ന് സ്വയം നേരിജമഞ്ഞ് നടക്കുന്ന ശ്രീ ഷാഫി പറമ്പിൽ.
ആ വിൻസെന്റ് കോളനിയിലെ ജനങ്ങൾ പറയുകയാണ്, തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചോദിച്ചിട്ട് പോലും കഴിഞ്ഞ 13 വർഷമായിട്ട് ഞങ്ങളുടെ MLA ഇവിടെ എത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി അവിടെ വരുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാഹുൽ മാങ്കൂട്ടലിനെതിരെയുള്ള വ്യാജ ID കാർഡ് കേസിൽ പോലീസ് തെളിവുകൾ പൂഴ്ത്തിവെച്ചെന്ന് BJP നേതാവ് PV രാജേഷ്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 67,188 വ്യാജ ID കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് PV രാജേഷ് പാലക്കാട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വ്യാജ ID കാർഡ് കേസിലെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടും പുറത്തുവിട്ടില്ലെന്ന് PV രാജേഷ് ആരോപിച്ചു. 67,158 പേരുടെ പേരിൽ വ്യാജ ID കാർഡ് നിർമ്മിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം നേടുന്നതിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചത്. BJP സംസ്ഥാന പ്രസിഡന്റ് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റ് അന്വേഷണം നടത്തുകയും അവർക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തു. എന്നാൽ ആ വിവരങ്ങൾ പുറത്തുവിടാതെ പോലീസ് തമസ്കരിച്ചെന്ന് PV രാജേഷ് പറഞ്ഞു. പാലക്കാട് UDF സ്ഥാനാർത്ഥിയുടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ വിജയം നേടുന്നതിലേക്കായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതായിട്ടുള്ള ഒരു വിവരം പുറത്തു വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരുന്നു, അതോടൊപ്പം തന്നെ പോലീസിനും പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ മുമ്പാകെ ഹാജരായി BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ആവശ്യമായ ഞങ്ങളുടെ കയ്യിൽ ലഭ്യമായ തെളിവുകൾ സമർപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മൊഴിയും കൊടുത്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് അന്വേഷണം നടത്തി തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റ്, ക്രൈംബ്രാഞ്ചിൻ്റെ തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റാണ് അന്വേഷണം നടത്തിയത്. അന്വേഷണം നടത്തി അവർക്ക് കൃത്യമായ വിവരങ്ങൾ പുറത്ത് കിട്ടി. എന്നാൽ ആ വിവരങ്ങൾ പോലീസ് ഇത്രയും ദിവസം പുറത്തു വരാതെ പോലീസ് തമസ്കരിക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ചിന് കിട്ടിയ വിവരങ്ങൾ എന്താ വെച്ചാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ, നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത പേര് വിവരങ്ങൾ ഉപയോഗിച്ച് ഫോട്ടോ ചേഞ്ച് ചെയ്താണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത പേര് വിവരങ്ങൾ ഉപയോഗിച്ച് ഫോട്ടോ മാറ്റിയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയത്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണെന്നും PV രാജേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള പോലീസ് റൂട്ട് മാർച്ച് നടത്തി. മേലേമുറിയിൽ നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് മിഷൻ സ്കൂൾ ജംഗ്ഷനിൽ സമാപിച്ചു. രാവിലെ 10 മണിയോടെയാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R ആനന്ദിന്റെ നേതൃത്വത്തിൽ 2000-ഓളം പേരടങ്ങുന്ന പോലീസ് സേന റൂട്ട് മാർച്ച് നടത്തിയത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. കലാശക്കൊട്ടിന്റെ ഭാഗമായി രാവിലെ മുതൽ തന്നെ പാലക്കാട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പിരായിരി, കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിലും സുരക്ഷയ്ക്കായി പോലീസുകാരെ വിന്യസിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CPM തൃത്താല ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമങ്ങളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വെള്ളരിക്കുന്ന് രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മാധ്യമരംഗത്ത് നിന്നും രാഷ്ട്രീയത്തിലിറങ്ങി രാഷ്ട്രീയ പ്രവർത്തകനാകുന്നതിലൂടെ രാഷ്ട്രീയത്തിൽ എങ്ങനെ സജീവമാക്കാൻ കഴിയുമോ അതിനേക്കാൾ നന്നായി മാധ്യമ രംഗത്തേക്ക് ഇറങ്ങി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയും എന്ന് വിചാരിച്ചൊരു വിദ്യാർത്ഥിയാണ് 1996 ഒരു പരിധിവരെ ശരിയായിരുന്നു. ഏഷ്യാനെറ്റിലെ പിന്നീട് വിദ്യാഭ്യാസം, അത് കഴിഞ്ഞതിന് ശേഷം സ്വന്തമായ റിപ്പോർട്ടർ, ഈ 3 അനുഭവങ്ങൾ 28 വർഷക്കാലം എനിക്കുണ്ടായിരുന്നു. ആദ്യത്തെ വാർത്താ ചാനൽ വിദ്യാഭ്യാസം നമുക്കൊക്കെ അറിയാം. ആദ്യത്തെ സാറ്റലൈറ്റ് ചാനൽ ഏഷ്യാനെറ്റ്. ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ച് ഉടമസ്ഥാവകാശം കൂടിയുള്ള മറ്റൊരു ടെലിവിഷൻ ചാനൽ റിപ്പോർട്ടർ. സെമിനാറിൽ ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K ജനാർദ്ദനൻ, P നാരായണൻകുട്ടി, ലോക്കൽ സെക്രട്ടറി M അലി എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് സംസ്ഥാന തലത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അനുമോദിച്ചു. തുടർന്ന് കൂറ്റനാട് പുനർജനി നാടൻപാട്ട് സംഘത്തിന്റെ നാടൻപാട്ടുകളും അരങ്ങേറി. നവംബർ 29-30 തീയതികളിൽ തിരുമുറ്റക്കോട് അമാന കൺവെൻഷണൽ സെന്ററിൽ വെച്ചാണ് CPIM തൃത്താല ഏരിയ സമ്മേളനം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വല്ലപ്പുഴ സർക്കാർ ഹൈസ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും 1,30 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. മുഹമ്മദ് മുഹസിൻ MLA സ്കൂൾ സന്ദർശിച്ച പ്രവൃത്തികൾ വിലയിരുത്തി. വല്ലപ്പുഴ സർക്കാർ ഹൈസ്കൂളിൽ പുതുതായി കെട്ടിടം നിർമ്മിക്കാൻ കിഫ്ബി ഫണ്ടിൽ നിന്നും നേരത്തെ 1 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ അടിത്തറ ഭാഗത്തെ വലിയ കരിങ്കൽ മാറ്റുന്നതിനാവശ്യമായി കൂടുതൽ തുക അനുവദിക്കേണ്ടി വന്നു. ഇത് പ്രകാരം 30 ലക്ഷം രൂപയാണ് പിന്നീട് അനുവദിച്ചത്. തുടർന്നാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. 2 നില കെട്ടിടത്തിൽ 8 ക്ലാസ് മുറികളാണ് ഉള്ളത്. കെല്ലിനാണ് നിർവഹണ ചുമതല. നിർമ്മാണ പ്രവൃത്തികൾ ഏതാണ്ട് 70% പൂർത്തിയായിട്ടുണ്ട്. 2 മാസം കൊണ്ട് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു കൊടുക്കാനാകുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ആ തടസ്സങ്ങളെല്ലാം മാറ്റി അഡീഷണൽ ആയിട്ട് സർക്കാർ ഫണ്ട് അനുവദിച്ച് ഏതാണ്ട് 1,30 ലക്ഷത്തോളം രൂപ. അതിനുശേഷമാണ് ഈ വർക്ക് ആരംഭിച്ചത്. വളരെ നന്നായി ഈ വർക്ക് പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഏതാണ്ട് 2 മാസം കൊണ്ട് ഇത് പൂർത്തീകരിച്ച് സ്കൂളിന് തുറന്നു കൊടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കെല്ലിൻ്റെ മേൽനോട്ടത്തിൽ LSTD ആണ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം കിഫ്ബിയാണ് ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും വിദ്യാകിരണം പദ്ധതിയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും വിദ്യാകിരണം പദ്ധതിയും ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. പ്രവൃത്തികൾ മുഹമ്മദ് മുഹസിൻ MLA സന്ദർശിച്ച് വിലയിരുത്തി. MLAക്കൊപ്പം വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ്, സ്കൂൾ HM അർമിയ മുഹമ്മദ് ഹക്കീം, PTA പ്രസിഡന്റ് ഹക്കീം ചുരക്കോട്, പഞ്ചായത്ത് AE നയന തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ത്രാങ്ങാലി വാമനൻ സ്മാരക യുവജന കലാസമിതി വായനശാലയിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടന്നു. സൗജന്യ പ്രമേഹ രോഗ പരിശോധനയും ഉണ്ടായിരുന്നു. മെഡിക്കൽ ക്യാമ്പിനോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. ജീവിതശൈലിയും ആയുർവേദവും എന്ന വിഷയം ഡോക്ടർ നാരായണൻകുട്ടി അവതരിപ്പിച്ചു. ആയുർവേദ ഗൈനക്കോളജി, ആയുർവേദ ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ സൗജന്യ പരിശോധനയും മരുന്ന് വിതരണവും നടന്നു. കൂനത്ര LS മെഡി ലാബ് ആൻഡ് ECG സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യ പ്രമേഹരോഗ പരിശോധനയുമുണ്ടായി. വായനശാല പ്രസിഡന്റ് DB ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. D നാരായണദാസ് സ്വാഗതവും MP രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ കുയിടി മഹാശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് കഴിഞ്ഞ ദിവസം തുടക്കമായി. ദീപപ്രജ്വലനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി, അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖർ, ഡോക്ടർ ശ്രീനാഥ് പൊട്ടക്കുഴി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കൂരുടി മഹാശിവക്ഷേത്രത്തിൽ ജീർണോദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം. കഴിഞ്ഞ ദിവസം വൈകിട്ട് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ആധ്യാത്മിക പ്രഭാഷക ശ്രുതി ശ്യാം മുഖ്യപ്രഭാഷണം നടത്തി. മുൻ ഗുരുവായൂർ മേൽശാന്തി ഡോക്ടർ ശ്രീനാഥ് പൊട്ടക്കുഴി, മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ വേണുഗോപാൽ, ക്ഷേത്രം തന്ത്രി പനാവൂർ നാരായണൻ നമ്പൂതിരി, രാധിക, അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് ജയറാം, മേൽശാന്തി രാമകൃഷ്ണൻ പോറ്റി, കൗൺസിലർ സജിത്ത്, ജീർണോദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ, മനോജ് രാമചന്ദ്രൻ, P അരവിന്ദൻ, മധുസൂദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജീർണോദ്ധാരണ കമ്മിറ്റി രക്ഷാധികാരി അഡ്വക്കേറ്റ് രവിശങ്കർ സ്വാഗതവും സെക്രട്ടറി മധുസൂദനൻ നന്ദിയും പറഞ്ഞു. 24 വരെ നീളുന്ന യജ്ഞത്തിൽ ബ്രഹ്മശ്രീ ജയേഷ് ശർമ്മയാണ് ആചാര്യൻ. 22 വൈകുന്നേരം 5 മണിക്ക് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ആവേശകരമായ കൊട്ടിക്കലാശം. ത്രികോണ മത്സരത്തിന്റെ രാഷ്ട്രീയാവേശം കലാശക്കൊട്ടിലും പ്രകടമായി. നിശബ്ദ പ്രചാരണത്തിന്റെ രാപ്പകലിനപ്പുറം പാലക്കാടിന്റെ വിധിയെഴുത്ത്. ശുഭപ്രതീക്ഷയോടെ മുന്നണികൾ. 23-ന് ഫലമറിയാം. പാണക്കാട് തങ്ങൾ വിമർശനത്തിന് അതീതനാണോ എന്ന് K സുരേന്ദ്രൻ. ജനാധിപത്യ സമൂഹത്തിൽ വിമർശനം സ്വാഭാവികം. ഗാന്ധിയും യേശുവും മോദിയും വിമർശിക്കപ്പെടാറുണ്ട്. കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാവ് മുതൽ എല്ലാവരും പാണക്കാട് തങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന കീഴ്വഴക്കം
എങ്ങനെ ഉണ്ടായെന്നും കെ സുരേന്ദ്രൻ. വി ഡി സതീശനും ഷാഫി പറമ്പിലും കോൺഗ്രസിനെ ഒരു കൂട്ടരുടെ ആലയിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണെന്നും സുരേന്ദ്രൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കമെന്ന് LDF. നടപടി ആവശ്യപ്പെട്ട് പാലക്കാട് കലക്ട്രേറ്റിലേക്ക് LDF മാർച്ച്. ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് UDF-ഉം BJP-യുമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. കള്ളവോട്ടും ഇരട്ട വോട്ടും ചേർക്കാൻ കൂട്ടുനിന്ന BLO-മാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഉജ്ജ്വലമായ മതേതര മാതൃക ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയാണ് പാണക്കാട് തങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ അധിക്ഷേപപരമായ പരാമർശം ദി ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിന്റെ തുടർച്ച. മുഖ്യമന്ത്രി പാണക്കാട് തങ്ങളെ ആക്ഷേപിച്ചത് സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താൻ. തങ്ങൾ വിമർശനത്തിന് അതീതനാണോ എന്ന കെ സുരേന്ദ്രന്റെ പിന്തുണ ഇതിന് തെളിവെന്നും VD സതീശൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.